ഹലോ, ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് കേട്ടോ. എൻ്റെ ഒരു പുതിയ ചാനലായതുകൊണ്ടും ഞാൻ വീഡിയോസൊക്കെ ചെയ്ത് പഠിച്ചുകൊണ്ടിരുന്നതും അതിൻ്റേതായിട്ടുള്ള തെറ്റുകുറ്റങ്ങളൊക്കെ കാണും. ഞാനത് ആദ്യമേ നിങ്ങളോട് പറയുകയാണ്. ഇന്ന് മോൾക്ക് സ്കൂൾ അവധിയാൽ തന്നെ ഞാനും കുറച്ച് ലേറ്റായിട്ടാണ് എഴുന്നേറ്റത്. അങ്ങനെ നമ്മൾ രാവിലെ എഴുന്നേറ്റ് ഇങ്ങനെ നോക്കുക, കാരണം ഇന്നലത്തെ നല്ല മഴയത്ത് മരങ്ങളോ അങ്ങനെ എന്തെങ്കിലും വീണ്ടുണ്ടാകുന്ന നോക്കുന്നത്, കാരണം അതുപോലെ കാറ്റും മഴയായിരുന്നു. നല്ല മഴയായതുകൊണ്ട് തന്നെ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലുള്ള കൊച്ചുതോട് നിറച്ച് വെള്ളമായിട്ടുണ്ട്. ഞാനിപ്പോൾ അതൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ എൻ്റെ തൊട്ട് പുറകെ തന്നെ വെള്ളം നോക്കിക്കൊണ്ട് വേറെ ആളും കൂടി ഇരിപ്പുണ്ട്. അത് വേറെ ആരുമല്ല, ഇതാണ് നമ്മുടെ കാത്തുമോൻ കേട്ടോ. ഇവൾ വന്നിട്ട് ഒരു 3 ആഴ്ചയുള്ളൂ. എനിക്ക് ഭയങ്കര സ്നേഹമാണ്. അത് കഴിയുമ്പോൾ ഞാൻ നേരെ പോയി നമ്മുടെ മീൻകുട്ടന്മാർക്ക് തീറ്റ ഇട്ട് കൊടുക്കാൻ വേണ്ടിയാണ്. തീറ്റ കൊടുക്കാൻ വരുന്നത് അറിയാവുന്നത് കൊണ്ട് തന്നെ, തീറ്റ കൊടുക്കാൻ വരാൻ അറിയാവുന്നതുകൊണ്ട് അവന്മാരെല്ലാം തീറ്റ ഇട്ട് കൊടുക്കുന്ന ആ സ്ഥലത്ത് ഇങ്ങനെ ഹാജരായിട്ട് നിൽപ്പുണ്ട്. നിങ്ങൾക്കെല്ലാം ഞാൻ തീറ്റ ഇട്ട് കൊടുത്തു. കാരണം ഇഷ്ടം പോലെ മീൻകുട്ടന്മാരുണ്ടായിരുന്നു. ഓരോ ദിവസം കഴിയുമ്പോഴത്തേക്ക് എണ്ണം കുറഞ്ഞപ്പോൾ ഞങ്ങൾ ശ്രദ്ധിച്ചത് ആദ്യം പുറത്ത് മഴ പെയ്ത് വെള്ളം കൂടുതലായിട്ട് ഇങ്ങനെ പോയതായിരിക്കുന്നു. പിന്നെ മനസ്സിലായത് കുളക്കോഴി വന്ന എല്ലാ ഇതുങ്ങളെ തിന്നുന്നുണ്ടായിരുന്നു. ഈ കാണുന്ന എല്ലാം നമ്മുടെ കുളക്കോഴിയുടെ ആവാസ കേന്ദ്രം കേട്ടോ. ഇതാ ഞാൻ പറഞ്ഞ നമ്മുടെ വീടിൻ്റെ തൊട്ട് ഫ്രണ്ടിലെന്ന് പറയുന്ന കണ്ടം. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ നേരെ പോയെന്ന് വെച്ചാൽ നമ്മുടെ കാന്താരികൊക്കെ ഇങ്ങനെ ഉണ്ടായെന്നൊക്കെ. അപ്പോൾ തന്നെ നമ്മുടെ വെള്ളക്കാന്താരി നല്ല സുന്ദരി മണിയായിട്ട് ഇവിടെ റെഡി ആയിട്ടിരിപ്പുണ്ട്. ചോറിന് എന്തൊക്കെ കറികളുണ്ടെന്ന് പറഞ്ഞാലും ഈ കാന്താരിയൊക്കെ പൊട്ടിച്ച് കഴിക്കുന്ന ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോഴും മേലോട്ട് നോക്കിയപ്പോൾ ചക്ക ഇരിക്കുന്നത്. ഞാനത് കുറച്ച് നാളും കൂടെ ആളവിടെ നിൽക്കട്ടെ, ഇച്ചിരൂടെ കഴിഞ്ഞ് നമുക്ക് ആളെ താഴെ ഇറക്കാം. കാരണം കാന്താരിയൊക്കെ ഒന്ന് ആയി വരട്ടെ. ചക്കയ്ക്ക് എപ്പോഴും എനിക്ക് അരയ്ക്കാനാണ് കാന്താരിയാണ് ഇഷ്ടം. കാരണം കാന്താരി വെച്ച് ചക്ക വയ്ക്കുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. അങ്ങനെ നോക്കിയപ്പോൾ നമ്മുടെ കൂടെയുള്ള ഒരാളെ കാണുന്നില്ല. ഞാനിത് കാത്തുവെന്ന് വിളിച്ചപ്പോഴത്തേക്ക് ആൾ പുറകെ നിൽപ്പുണ്ട്. ഇപ്പോഴൊരു പ്രാണിയെ പോലും വെറുതെ വിടത്തില്ല. അതിൻ്റെ എല്ലാം പുറകെ പോയിട്ട് അതിനെ പിടിക്കും. ഇപ്പോൾ എന്തോ പൂമ്പാറ്റി അങ്ങനെ എന്തോ കണ്ടിട്ട് അതിൻ്റെ പുറകെ ഇങ്ങനെ തപ്പി നടക്കുകയാണ്. ഈ സമയത്ത് അകത്തുനിന്ന് വെളി വന്ന് ഞാൻ ചെന്നപ്പോഴത്തേക്ക് കുഞ്ഞാറ്റ ഉറക്കമൊക്കെ എഴുന്നേറ്റ് റെഡിയായിട്ട് കട്ടിലേരിപ്പുണ്ട്. പിന്നെ അവളെ എടുത്തുകൊണ്ട് പോയി മുഖമൊക്കെ കഴുകിപ്പിച്ചിട്ട് ചായയൊക്കെ കൊടുത്തതിന് ശേഷം ഞാൻ മുടി കെട്ടു. കാരണം ഇവൾ മുടി കെട്ടി വെക്കാൻ സമ്മതിക്കത്തേ ഇല്ല. അത് ഏറ്റവും വലിയൊരു ടാസ്ക്കാണ് എന്നെ സംബന്ധിച്ച്. കാരണം ഇവൾ ഫ്രണ്ടിലും കുറച്ച് മുടിയൊക്കെ കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. ഇവൾ പിന്നെ രണ്ടടിയൊക്കെ കൊടുത്താലും വഴക്കൊക്കെ പറഞ്ഞാലും പിന്നെ രാവിലെ എഴുന്നേൽക്കുമ്പോഴേ മുടിയൊക്കെ കെട്ടി വെക്കും. അങ്ങനെ ഞാൻ നോക്കിയപ്പോൾ നമ്മുടെ മിറ്റമെല്ലാം അഴുക്കായിരിക്കണം. കാരണം മഴ പെയ്ത് കഴിഞ്ഞ് ഇവിടെ ആകെ മൊത്തം ഒരു അഴുക്കായിരിക്കും. കാരണം എന്തെന്ന് വെച്ചാൽ കണ്ടത്തിൻ്റെ സൈഡ് തന്നെ ആയതുകൊണ്ട് ധാരാളം പോച്ചകളും പായലും എല്ലാം പെട്ടെന്നുണ്ടാകുന്നതാണ്. അതുകൊണ്ട് പിന്നെ ഞാൻ ചൂലെടുത്ത് മിറ്റമെല്ലാം തൂത്ത് വരുകയാണ്. ഞാൻ തൂത്ത് വരുന്ന പുറകെ എൻ്റെ കൂടെ 2 പേരിരിപ്പുണ്ട്. ചൂലെ കയറി പിടിച്ചുകൊണ്ട് കാത്തുവിനെ പിടിക്കാൻ വേണ്ടി കുഞ്ഞാറ്റ. ഇന്ന് എന്തായാലും കാത്തുവിന് റെസ്റ്റ് കിട്ടുമെന്ന് തോന്നില്ല. കാരണം കുഞ്ഞാറ്റയ്ക്ക് ഇന്ന് സ്കൂളില്ലാത്ത ദിവസം ആയതുകൊണ്ട് തന്നെ കാത്തുവിൻ്റെ പുറകെ ആയിരിക്കും കുഞ്ഞാറ്റ. അങ്ങനെ ഞാൻ തൂത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് രണ്ടും വന്നിരിക്കുക. വഴക്ക് പറഞ്ഞ് ഞാൻ ഓടിച്ച് വീഴുകയാണ്. അപ്പോൾ പിന്നെ അപ്പുറത്തോട്ട് പോയി. അങ്ങനെ ഞാൻ പിന്നെ മിറ്റമെല്ലാം തൂത്ത് കഴിഞ്ഞ് ഇച്ചിരി, കാരണം ഇപ്പം മഴയിൽ നനഞ്ഞ് കിടക്കുന്ന കരിയിലായതുകൊണ്ട് തൂത്തുവാനും ഇപ്പം കരിയില പോകാൻ വേണ്ടി നല്ല പ്രയാസം ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെ ഇപ്പോൾ തന്നെ എപ്പോഴും ഇവിടെ വന്നിരിക്കുക. അതുകൊണ്ട് തന്നെ ഞാൻ കതകെല്ലാം അടച്ചിട്ടിട്ടാണ് ഇരിക്കുക. കാരണം ഫ്രണ്ടിൽ തോടും കുളവും കണ്ടവും ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഈ കാത്തു ഞാൻ പറയില്ലേ, സ്കൂൾ അവധി ആയതുകൊണ്ട് തന്നെ കാത്തുവിന് റെസ്റ്റേ ഇല്ല. വന്നിരിക്കുന്നത് വെച്ചാൽ തൊട്ടപ്പുറത്ത് കാത്തു നിൽപ്പുണ്ട്. കാത്തുവിനെ പിടിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. കാത്തു എപ്പോഴും ഈ അപ്പുറത്തെ പറമ്പിലാണ് പോയി നിൽക്കുന്നത്. കാരണം അവിടെ എപ്പോഴും കിളികളും പൂമ്പാറ്റകളും ഒക്കെ വന്നിരിക്കുന്നതുകൊണ്ട് കാത്തു അതുങ്ങളെ പിടിക്കാൻ വേണ്ടി പോകും. പക്ഷെ കാത്തു അറിയുന്നില്ലല്ലോ കാത്തുവിൻ്റെ പുറകെ കുഞ്ഞാറ്റ പിടിക്കാൻ നിൽപ്പുണ്ടെന്ന്. അങ്ങനെ ഇപ്പോൾ കുഞ്ഞാറ്റ ഇപ്പോൾ നിങ്ങൾക്ക് കാണാം കേട്ടോ. ടാറ്റയൊക്കെ കൊടുത്തിട്ട് കാര്യം പറയുന്നത് വേറെ ആരോടുമല്ല. അവിടെ ഒരു പുഴു ഇരിപ്പുണ്ടായിരുന്നു. ആ പുഴുവിനോടാണ് പറയുന്നത്, ടാറ്റ കേട്ടോ, നീ നാളെ വരണേ, നാളെ ഞാൻ സ്കൂളിൽ പോകുന്നതിന് നീ നാളെ വരണേ എന്നൊക്കെയാണ് ഈ പറയുന്നത്. അങ്ങനെയൊക്കെ ഇപ്പോൾ രണ്ടിനെയും ഞാൻ വിളിക്കും. കാരണം എനിക്ക് അവിടെ ഇവൾ നിൽക്കുന്ന കാണുമ്പോൾ പേടിയാണ്. കാരണം ഒരു ഇച്ചിരി സൈഡുള്ള കെട്ടെല്ലാം ഇടിഞ്ഞ് വീണുകൊണ്ടിരിക്കുക, മഴ സമയമല്ലേ. അങ്ങനെ ഇപ്പം ഞാൻ പറഞ്ഞതിനെ കണ്ടോ, കുഞ്ഞാറ്റ ആ കാത്തുവിന് ഒരു സമാധാനവും കൊടുക്കത്തില്ല. അവിടെ പുറകെ ഇങ്ങനെ അലച്ചുകൊണ്ട് നടക്കും. കാരണം കാത്തു ഇത്രയും ദിവസം സുഖമായിട്ട് പകലൊക്കെ നല്ല ഉറക്കമൊക്കെ ആയിരുന്നു. ഇവൾ സ്കൂളിൽ നിന്ന് അവധി ആയതുകൊണ്ട് തന്നെ രണ്ടും കൂടെ കളിയാണ്. കാത്തു അങ്ങോട്ട് ഓടുമ്പോൾ കുഞ്ഞാറ്റ ഇതുവഴി അങ്ങോട്ടോടും. കാത്തു തിരിച്ച് വന്നിട്ട് ലാസ്റ്റ് കേട്ട് കാത്തു കിണർ വലയുടെ സൈഡിൽ കയറി പാത്തിരിക്കുക. കുഞ്ഞാറ്റ നോക്കിയിട്ട് ഒന്നും കണ്ടില്ല. പിന്നെ അവൾ ഓടി വന്നിട്ട് അവൾ പെതുക്കെ ചെന്നാട്ട് കേട്ടോ ആ വല ഇങ്ങനെ മാറ്റി നോക്കുന്നത്. അനക്കൊന്നുമില്ലാതെ മാറ്റി നോക്കിയപ്പോഴത്തേക്ക് കാത്തു അവിടെ നിന്ന് ഇറങ്ങി ഒരൊറ്റ ഓട്ടം ഓടി. പുറകിലോട്ട് ഓടി കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ ഞാൻ വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ കുഞ്ഞാറ്റ ഇങ്ങ് വന്നു. കാത്തു അപ്പോഴേ ജീവനം കൊണ്ട് ഓടിപ്പോയി. കുഞ്ഞാറ്റ വന്നു കഴിയുമ്പോൾ ഞാൻ പറയുമ്പോൾ ഹോംവർക്ക് ചെയ്യാമെന്ന് പറയുമ്പോൾ ഇപ്പോൾ ഇവിടെ സ്റ്റക്കായി നിൽക്കും. കാരണം ഹോംവർക്കൊക്കെ ചെയ്യാൻ രാവിലെ എന്നിട്ട് ചെയ്യാൻ ആൾക്ക് ഭയങ്കര മടിയുള്ള കാര്യമാണ്. അങ്ങനെ ഇരുന്നപ്പോഴത്തേക്ക് വെളിയിൽ നല്ല തകർത്ത് മഴ പെയ്യുന്നു. ഞാൻ ഓർത്ത്, ദൈവമേ, ഞാൻ എന്തിനീ മിറ്റമൊക്കെ തൂത്തിട്ടത്. കാരണം തൂത്തിട്ടതെല്ലാം വെറുതെയായി. വീണ്ടും ഈ കാറ്റിലും മഴയത്തും മുറ്റത്ത് മൊത്തം കരിയിലയായിരിക്കുകയാണ്. കാരണം തോരാതെ മഴ പെയ്തുകൊണ്ടിരിക്കുന്നു. ഏകദേശം 1 മണിക്കൂറോളം പെയ്തു. പിന്നെ അകത്ത് തന്നെ വരുത്തി മോടെ പല്ലെല്ലാം തേച്ച് കഴിഞ്ഞിട്ട് അവൾക്ക് ചപ്പാത്തി കൊടുത്തു. കാരണം അവൾ രാത്രി കിടക്കുമ്പോൾ തന്നെ ചോദിക്കും, അമ്മേ പിറ്റേ ദിവസം രാവിലെ എന്തുവാ, നമുക്കത് അറിയണം. അന്നേരം നിനക്കെന്തോ വേണ്ടേ ചോദിക്കുമ്പോൾ ഇന്നലെ അവൾ പറഞ്ഞത് ചപ്പാത്തിയും കിഴങ്ങറിയും എന്നാണ് പറഞ്ഞത്. പിന്നെ ഞാനത് ഉണ്ടാക്കി കൊടുത്തു. ഞാൻ പറഞ്ഞില്ലേ, ഇന്ന് കാത്തു എപ്പോഴും ഇങ്ങനെ നമ്മൾ കഴിക്കുമ്പോൾ നമ്മുടെ കീഴെ
വന്നിരിക്കും. അവൾക്ക് വേണ്ടതാണ് വേണ്ടാത്തയാണെങ്കിലും ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കും. നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ അവൾക്ക് ഇഷ്ടപ്പെട്ടാണ് അവൾ വീണ്ടും കരഞ്ഞ് നമ്മളോട് മേടിച്ചുകൊണ്ടിരിക്കും. അത് കൊടുത്തു കഴിഞ്ഞിട്ട് വേണ്ടാത്തതാണെങ്കിൽ പിന്നെ അവളെ പരിസരത്തേ കാണത്തില്ല. അങ്ങനെ ഇപ്പോൾ രാവിലെ ചേട്ടൻ ഓട്ടം പോയായിരുന്നു. ഓട്ടം കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് ചേട്ടൻ കുറച്ച് കപ്പലണ്ടിയൊക്കെ കൊണ്ടാണ് വന്നത്. ഇവളത് ഇവൾക്ക് കിട്ടിയൊരു മുട്ടായിയുടെ ബോക്സിനകത്ത് ഇട്ടിട്ട് ബുൾസയാന്ന് പറഞ്ഞ് ഇടയ്ക്ക് തുറക്കുകയും പൊട്ടിക്കുകയും ഇടയ്ക്കൊക്കെ ചെയ്യുമായിരുന്നു. അങ്ങനെ പിന്നെ ചേട്ടൻ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ചേട്ടൻ കഴിച്ചപ്പോൾ ചേട്ടനൊരു ബുൾസൈ എടുത്ത് കൊടുത്തപ്പോഴത്തേക്ക് അവൾക്കും വേണം. അങ്ങനെ ബുൾസൈ കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് ചേട്ടൻ പിന്നെ ചിക്കൻ മേടിച്ചുകൊണ്ട് വന്നായിരുന്നു. അത് പിന്നെല്ലാം ഞാൻ വൃത്തിയാക്കി കറി അടുപ്പത്താക്കിയ ശേഷം വറക്കാനുള്ളതെല്ലാം മസാല പുരട്ടി വെച്ചിട്ട് ഫ്രിഡ്ജിലോട്ട് അരപ്പൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടി വെച്ചു. ആ സമയം കൊണ്ട് ഞാൻ പിന്നെ തുണിയെല്ലാം അലക്കിക്കൊണ്ട് മേളിൽ വെച്ചു. കാരണം ഇഷ്ടംപോലെ തുണി നമ്മുടെ തോരാൻ കിടപ്പുണ്ട്. കാരണം മേളിട്ടെന്ന് പറഞ്ഞാൽ ഈ കാറ്റത്തും മഴയത്തും എങ്ങനെ ഇതെല്ലാം തോർന്ന് കിട്ടാൻ. നമ്മൾ ഈ കാണുന്നതെല്ലാം നമ്മുടെ ഈ തോടും നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഞാൻ ഈ വീഡിയോ എടുത്ത് കഴിഞ്ഞപ്പോഴുണ്ടോ ഇത്ര ഭംഗി ആ മേളിൽ നിന്നൊക്കെ ശ്രദ്ധിച്ച്. ഞാൻ പറഞ്ഞില്ലേ എവിടെ പോയെന്ന് പറയാനും കാത്തു എൻ്റെ പുറകേ വരും. അവിടെ വന്നിട്ട് അവൾ എന്തോ പ്രാണിയെ കണ്ടിട്ട് അതിനെ പിടിക്കാനുള്ള തത്രപ്പാടിലും നിപ്പിലൊക്കെ. പിന്നെ തുണിയെല്ലാം വിരിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഇറങ്ങി കഴിഞ്ഞപ്പോൾ ഇവിടെ അനക്കം ഒന്നും കണ്ടില്ല. ഞാൻ പിന്നെ ഒന്ന് വിളിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ആളിങ്ങി ഓടി വന്നു. എപ്പോഴും ഇവൾ നമ്മുടെ പുറകെ കാണും കേട്ടോ. നമ്മൾ എവിടെ പോയെന്ന് പറഞ്ഞാലും നമ്മുടെ പുറകെ ഈ കാത്തു കാണും. അങ്ങനെ അവിടെ വെച്ച് എന്തോ തുമ്പി ഏതാണ്ട് കടലിൽ ടക്ക് ടക്കോ എന്ന് പറഞ്ഞ് പെട്ടെന്ന് ഓടിപ്പോവുകയാണ് ഈ കാണുന്നത്. ചില സമയത്ത് ഇതുങ്ങളുടെ കുസൃതി കാണാൻ നല്ല ഭംഗി കേട്ടോ. നമ്മൾ നോക്കിയിരിക്കും. അത് നിങ്ങൾക്ക് എന്തറിയാല്ലേ. ആ സമയം കൊണ്ട് എൻ്റെ ചിക്കൻ കറിയെല്ലാം വെന്തിട്ടുണ്ട്. അപ്പം ഞാൻ പിന്നെ ഇച്ചിരി കരിയാപ്പിലയും പച്ച വെളിച്ചെണ്ണയും ഒഴിച്ചിട്ട് അതൊക്കെ വാങ്ങി വെച്ചു. അത് കഴിഞ്ഞിട്ട് ചിക്കൻ ഫ്രൈ ചെയ്യാനുള്ളതെല്ലാം ഇട്ടു ഫ്രൈയും ചെയ്ത് വെച്ചിട്ടുണ്ട്. അതങ്ങനെ റെഡിയായി. അതെല്ലാം മാറ്റി കഴിഞ്ഞപ്പോഴത്തേക്ക് വീണ്ടും വെളിയിൽ നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇന്ന് നല്ല മഴയായിരുന്നു. അത് കഴിയുമ്പോഴത്തേക്ക് മോള് പിന്നെ കുളിച്ചെല്ലാം റെഡിയായി വന്നപ്പോഴത്തേക്ക് അവൾ ചോറ് കഴിക്കണം. അവൾ തന്നെ ചോറൊക്കെ കഴിച്ചോളും. അതിനൊന്നും ഒരു കുഴപ്പമില്ല. എരിയൊന്നും ആൾക്ക് കുഴപ്പമില്ല. പക്ഷെ ആൾക്ക് മധുരത്തിനോട് വലിയ താല്പര്യമില്ല. അങ്ങനെയൊക്കെ കഴിയുമ്പോഴത്തേക്ക് പിന്നെ മഴയൊക്കെ ആയതുകൊണ്ട് എനിക്ക് ഇടയ്ക്കുള്ള വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല. രാത്രി ഇപ്പോൾ നിങ്ങൾ കണ്ടോ ഈ കാത്തു മേളിൽ കയറിയിരിക്കും. കാത്തിനെ തൊട്ട് കാത്തുവിനെയും ചന്ദ്രനെയും എല്ലാം നമുക്ക് ഒരു ഫ്രെയിമിൽ കാണാൻ പറ്റും. രാവിലെ ഇന്നെന്തായി ഇപ്പോൾ സന്ധ്യ ആയപ്പോഴത്തേക്ക് മഴയെല്ലാം കഴിഞ്ഞു. നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലുള്ള തോട്ടിലെ വെള്ളം നിങ്ങൾ നോക്കിക്കേ. നല്ല തെളിഞ്ഞിരിക്കും ഇപ്പം വെള്ളം. കാരണം ഇപ്പോൾ ഈ വെള്ളം പോകുമ്പോൾ നല്ല സൗണ്ട്. ഈ വെള്ളത്തിൽ കയറി ഇപ്പോൾ ഈ മഴ പെയ്ത്ത് വെള്ളം കഴിയുമ്പോഴത്തേക്ക് താഴേന്ന് മീൻ കയറി വരും കേട്ടോ. അപ്പോൾ അതിനെ പിടിക്കാൻ വേണ്ടി ഞങ്ങളെല്ലാം ഇറങ്ങും. പക്ഷേ ഇന്നിപ്പം ചേട്ടനില്ലാത്തതുകൊണ്ട് ആൾ ഇറങ്ങിയിട്ടില്ല. നല്ല വെള്ളമെല്ലാം നല്ല തെളിഞ്ഞ് കിടക്കുവാണ്. ഈ സമയത്ത് ഇപ്പം ഭയങ്കര ബഹളമാണ് എല്ലാം. ആക്രിയാണോ തവളയാണോ എന്നൊക്കെ കാണുന്നത് ഭയങ്കര ബഹളമൊക്കെയാണ്. അതോടെ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ നമ്മുടെ വീഡിയോ. ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ.